അശ്വ മലയാളം ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും പുതിയ എല്ലാ വ്യക്തികൾക്കും എന്റെ വിനീതമായിട്ട് നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്തേതറ കളരിക്കൽ, പാലക്കാട്. 2024 വർഷം എല്ലാ വൃശ്ചികരാശിക്കാർക്കും എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവാനായി കൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ വർഷം നമുക്ക് കാത്തിരിക്കുന്ന എന്തൊക്കെയാണ് ഗുണദോഷങ്ങൾ എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുന്ന പക്ഷം അതാത് കാലത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ വിശദാംശങ്ങൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ സഹായകമാകും. നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ വായിക്കുക. അതിൽ ചാനൽ മെയിൻ പേജ് കയറി ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്യുന്ന പക്ഷം നമുക്ക് കാണാവുന്നതാണ്. ജ്യോതിഷപരമായിട്ടുള്ള ചെറിയ സംശയങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യുന്ന പക്ഷം നമ്മൾ മറുപടി കൊടുത്തു വരുന്നുണ്ട്. വിശദമായിട്ടുള്ള കാര്യങ്ങൾക്ക് നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത ശേഷം വരാവുന്നതാണ്. ദൂരെ ദേശത്തിരിക്കുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് വീട്ടിലെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. (2024) വർഷത്തിൽ വൃശ്ചിക രാശിക്കാർക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സാമ്പത്തികപരമായിട്ട് ഉയർച്ച കൈവരിക്കാൻ പറ്റുന്ന ഒരു വർഷമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. വർഷാരംഭത്തിൽ പല പ്രശ്നങ്ങളും മനക്ലേശങ്ങളും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ചില നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവും എന്നുള്ള സൂചന നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ക്രമേണ വർഷത്തിന്റെ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പല മാറ്റങ്ങളും ജീവിതത്തിൽ കണ്ടു തുടങ്ങും എന്നുള്ളതാണ്. കഴിഞ്ഞ കാലത്തുള്ള മനക്ലേശങ്ങളും അശാന്തികൾക്കും ഒരു സമാധാനം വരാനും എല്ലാ കാര്യങ്ങളും നീക്കുപോക്കുകൾ ഉണ്ടാവാനും ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ഈ സ്ട്രക്കായി നിൽക്കുന്ന ചില അവസ്ഥകളിൽ നിന്ന് ഒരു മോചനം നമുക്ക് ലഭിക്കും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. മാനസികമായിട്ട് ഒരുപാട് മല്ലടിക്കുന്ന ഒരു വർഷമായിട്ടാണ് ഈ വർഷം സൂചിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാവരും വളരെയധികം മനസ്സിനെ നിയന്ത്രിക്കേണ്ട, ഇമോഷണലി ബാലൻസ്ഡ് ആവാനായിട്ടുള്ള ശ്രമങ്ങൾ വേണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ചിലർക്ക് അല്ലാതെ മനക്ലേശങ്ങൾ ഈ വർഷം കടന്നു പോകാം. ചിലർക്കൊരു ഡിപ്രഷനൊക്കെ വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് കൂടുതലാണ്. ചിലർക്ക് സന്താനങ്ങളെ കുറിച്ച് ആലോചിച്ച് കൂടുതൽ വിഷമതകൾ ഈ സമയത്ത് കടന്നു പോകാം. അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ ഒരു ആകുലത മനസ്സിലേക്ക് വരാം. അതിൻ്റെതായിട്ടൊരു ആങ്സൈറ്റികളും ഡിപ്രഷനൊക്കെ സംഭവിക്കാൻ സാധ്യത ഈ വർഷം കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധയും കരുതലും വേണം. പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിലും ഒക്കെ ശ്രദ്ധിക്കണം. വ്യാധികൾ വർദ്ധിക്കുന്ന ഒരു വർഷമായിട്ട് ഈ വർഷം സൂചിപ്പിക്കുന്നു. അത് നമ്മൾ പ്രാർത്ഥന കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും നമ്മൾ ഇതിനെ മറികടക്കാനായിക്കൊണ്ട് ശ്രമിക്കണം എന്ന് പ്രത്യേകം പറയുന്നു. അതേപോലെ ആരോഗ്യകാര്യത്തിലും നല്ല ശ്രദ്ധ ഈ സമയത്ത് ചെലുത്തേണ്ടതുണ്ട്. എങ്കിലും നമ്മുടെ പരിശ്രമം കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും പല കാര്യങ്ങളും മാറ്റിയെടുത്ത് എല്ലാം നമുക്കൊരു ഈശ്വരാനുഗ്രഹത്തോടു കൂടി എല്ലാം നമുക്കൊന്ന് കൺട്രോൾ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതിനായിട്ട് നമ്മൾ അശ്രാന്ത പരിശ്രമം നമുക്ക് വേണ്ടിവരുമെങ്കിലും തീർച്ചയായിട്ടും അത് ഫലപ്രാപ്തി വരും എന്നുള്ള സൂചന നമുക്ക് ലഭിക്കുന്നു. ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഈ വർഷം ഉണ്ടാവും എന്ന് കാണുന്നു. സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ കൂടിയിട്ടും പക്ഷെ സാമ്പത്തികം നമുക്ക് വരും എന്നുള്ളതും പക്ഷെ അതിനെ നല്ല രീതിയിൽ ചെലവ് ചെയ്യണം എന്നുള്ളതും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. കയ്യിലേക്ക് നമുക്ക് സാമ്പത്തിക കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അത് പല ചെലവുകള് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ചെലവ് ചെയ്യപ്പെടുന്നത് കൊണ്ട് ചെറിയ മനക്ലേശങ്ങൾ ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ചില അപകീർത്തികൾ സൂക്ഷിക്കണം, അപവാദങ്ങൾ സൂക്ഷിക്കണം. കുടുംബത്തിൽ ചില തർക്കങ്ങളും കൂട്ടങ്ങളും ഉടലെടുക്കും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ബന്ധുവർഗങ്ങൾ അകാരണമായിട്ട് നമ്മളൊന്നും അകന്ന് പോവുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാനോ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. കുടുംബാന്തരീക്ഷത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട ഒരു വർഷമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അതുപോലെ സുഹൃത്തുക്കളും ബന്ധുക്കളും അകന്നു പോവുകയും പല വ്യക്തികൾക്കും
പലതരത്തിലുള്ള അനുഭവങ്ങൾ, വളരെ നെഗറ്റീവായിട്ട് ചില അനുഭവങ്ങൾ കുടുംബ അല്ലെങ്കിൽ ബന്ധുവർഗങ്ങളെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും സംഭവിക്കാൻ സാധ്യത ഈ വർഷം സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാതാവിന്റെ രക്ഷതകൾ, ചില അപകടങ്ങൾ, ആപത്തുകൾ, ചിലർക്ക് ചില വിയോഗങ്ങളൊക്കെ സംഭവിക്കാനും സാധ്യത പ്രത്യേകിച്ച് ഗുരുജനങ്ങൾക്ക് പറയുന്നു. അതല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദൈവാനുഗ്രഹം നാം ഉണ്ടാക്കിയെടുക്കണം. കാര്യങ്ങളെ ഗൗരവത്തോടു കൂടി സമീപിക്കുകയും നമുക്ക് കഴിഞ്ഞ കാലഘട്ടത്തിലുള്ളതായിട്ടുള്ള മനക്ലേശങ്ങൾ മാറ്റിയെടുക്കാനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതും ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നു. അകാരണമായിട്ട് ചില ഒറ്റപ്പെടലുകൾ ഈ വർഷം ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നത് കൊണ്ട് അതിന്റെ കാര്യകാരണങ്ങളെ കണ്ടെത്തി അതിൽ നിന്നും മാറി നമ്മൾ ചിന്തിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. എല്ലാത്തിനും പ്രാർത്ഥനകളാൽ അത് മാറ്റിയെടുക്കാനെ കൊണ്ട് സാധിക്കും എന്നുള്ളതും, മുതിർന്ന വ്യക്തികളുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുകയും ഗുരുജനങ്ങളുമായിട്ടും മറ്റ് വ്യക്തികളുമായിട്ടും എന്ത് വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതും പരിഹാരം കണ്ടെത്തേണ്ടതുമാണ് എന്നുള്ളതും പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. മറ്റുള്ളവരാൽ അകപ്പെട്ട് വിഷമിക്കുന്ന ചില അവസ്ഥകളും മറ്റുള്ളവരുടെ ചില വിശ്വാസ വഞ്ചനയിൽ അകപ്പെട്ട് നമ്മൾ ബുദ്ധിമുട്ടുന്ന ചില അവസ്ഥകളും ഈ വർഷം കടന്നുപോകും എന്നുള്ളത് കൊണ്ട് അത് വാക്കിലും പ്രവർത്തികളിലും വളരെയധികം ശ്രദ്ധ വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. ചിലപ്പോൾ നമ്മൾ കൊടുത്ത വാക്കുകളൊക്കെ മാറ്റി മറിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ തീരുമാനങ്ങൾ മാറ്റേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നമ്മളെടുത്ത നിലപാടുകൾ മാറി മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അതിന്റെ ചില മനക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുമെങ്കിലും പക്ഷെ അത് ഒരു അനിവാര്യമായിട്ടുള്ള ഒരു സംഗതി ആയിട്ട് മാറാൻ ഭാവിയിൽ സാധ്യതയുള്ളത് കൊണ്ട് തീരുമാനങ്ങൾ, നല്ല തീരുമാനങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് നന്നായിരിക്കും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. വരുംവരായികളെ കുറിച്ച് നല്ലവണ്ണം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക. നമുക്ക് ഫേവറായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളതായിട്ട് വ്യക്തികളെ കണ്ടെത്തുക. അവരുടെ നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുക. സാഹചര്യങ്ങൾക്കനുസരിച്ച് നല്ല പോസിറ്റീവായിട്ട് തീരുമാനങ്ങൾക്ക് മുന്നോട്ട് പോവുക. എന്നീ കാര്യങ്ങളൊക്കെ വൃശ്ചിക രാശിക്കാർ ഈ വർഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് സൂചിപ്പിക്കുന്നു. എങ്കിലും കർമ്മരംഗത്ത് നല്ല അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും സാമ്പത്തിക പുരോഗതി ക്രമേണ ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഉയർച്ചയും ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതകളും ഗവൺമെന്റ് തലത്തിലുള്ളതായിട്ടുള്ള അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു. സെൻട്രൽ ഗവൺമെന്റായിട്ട് ബന്ധപ്പെട്ട ചില ജോലികൾക്കൊക്കെ ശ്രമിക്കുന്ന വർഷം തീർച്ചയായിട്ടും അത് നടന്നു കിട്ടാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. വിവാഹമംഗള കർമ്മങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് പ്രത്യേകിച്ച് ഈ വർഷത്തിന്റെ ആദ്യ പകുതിക്ക് ശേഷം വിവാഹ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരികയും നടക്കാനും സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. ചിലപ്പോൾ സന്താന ക്ലേശം സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് സന്താനങ്ങൾ ജനിക്കാത്തവർക്ക് തീർച്ചയായിട്ടും അല്പം കൂടി വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. അവർ ഗ്രഹം മൂടി പിടിപ്പിക്കുക, പഴയത് കൊടുത്ത് പുതിയത് വാങ്ങിക്കുക, ചിലർക്ക് അത് ഡെമോളിഷ് ചെയ്തുകൊണ്ട് പുതിയ ഗ്രഹ നിർമ്മാണങ്ങൾ നടത്തുക, അതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പറ്റുന്ന ഒരു വർഷമായിട്ടും വസ്തു ക്രയവിക്രയങ്ങളൊക്കെ നടക്കാനും സാധ്യത ഈ വർഷം സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാം നിയമാനുസൃതം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതും, ചിലർക്ക് വസ്തു തർക്കങ്ങളോ ഭൂമി തർക്കങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യവഹാരങ്ങളോ ഒക്കെ നേരിടാനുള്ള സാധ്യത ഈ വർഷം പറയുന്നത് കൊണ്ടും അതും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അത്തരം കാര്യങ്ങളെ നമ്മൾ നല്ല രീതിയിൽ അത് ഒത്തുതീർപ്പുണ്ടാക്കി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടേണ്ടതും എല്ലാ നിയമജ്ഞന്മാരുമായിട്ട് കൂടിയാലോചിച്ച് ചെയ്യേണ്ടതും അത്യാവശ്യമായിട്ടൊരു കാര്യമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ആരോഗ്യം ശ്രദ്ധിക്കണം. അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത, വാഹനാപകടങ്ങൾക്ക് സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. അഗ്നിഭയം, ആയുധഭീതി എന്നിവ ചിലർക്ക് സർജറിക്ക് കടന്നു പോകാനുള്ള സാധ്യതയും ഈ വർഷം പറയുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവരും അവരുടെ ജാതകം വൃശ്ചികക്കുറുകാരെ പ്രത്യേകം ഈ വർഷം ശ്രദ്ധിച്ച് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അതിന് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളും ജാതകവശാൽ നല്ല സമയങ്ങളാണ് കടന്നുപോയെങ്കിൽ ഈ ഗോചരവശാൽ അത്ര കണ്ട് നമുക്ക് ദോഷങ്ങൾ ബാധിക്കില്ല എന്ന് കാണുന്നുണ്ട്. എങ്കിലും വേണ്ട പരിഹാരങ്ങൾ നമ്മൾ ചെയ്ത് ശ്രദ്ധയും കരുതലോടുകൂടി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. എല്ലാത്തിനും ഒരു വേഗത കുറച്ച് ഒരു വീണ്ടും വിചാരത്തോടെ മുന്നോട്ട് പോവുകയും എല്ലാ കാര്യങ്ങളും വളരെയധികം പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോവുകയും എല്ലാത്തിലും ശ്രദ്ധയും കരുതലും വേണം. എല്ലാത്തിനും ദൈവാനുഗ്രഹം ഉണ്ടാക്കിയെടുക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമായിട്ട് ഈ വർഷം സൂചിപ്പിക്കുന്നു. പക്ഷെ ക്രമേണ നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയും അർഹിക്കുന്ന അംഗീകാരങ്ങൾ നമ്മളെ തേടുകയും പദവികൾ ലഭിക്കാൻ സാധ്യത വരികയും ഗൃഹത്തിൽ സമാധാനം, ഐക്യം എന്നിവ സാധ്യതകളും പൊതുവെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അഭിവൃദ്ധിയും
ഈ വർഷം നമുക്ക് പറയുന്ന ഒരു കാര്യമായിട്ടുള്ള സംഗതിയാണ്. രണ്ടാമതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് നല്ല വിഷയങ്ങൾ, നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മളെ തേടിയെത്തും എന്നുള്ളതും, അതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളായിട്ട് വരാനും, പ്രത്യേകിച്ച് ഈ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധി വരാനും, അതുപോലെ കർമ്മരംഗത്ത് അഭിവൃദ്ധിയും വാണിജ്യ മേഖലകളിലൊക്കെ നല്ല ഒരു അഭിവൃദ്ധികളും ക്രമേണ വന്നു തുടങ്ങും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഇപ്പം ദോഷപരിഹാരങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കണ്ടകശിന് നിൽക്കുന്ന ഒരു കാലഘട്ടമാകയാൽ പ്രത്യേകിച്ച് ശനിദോഷ പരിഹാരങ്ങളൊക്കെ നമുക്ക് ഈ വർഷം ചെയ്യണമെന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ശനിയാഴ്ച വ്രതങ്ങളും ശനിദോഷ പരിഹാരങ്ങളും നമ്മൾ ചെയ്യണം. ശനിയാഴ്ച വ്രതം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, കാണാത്തവരെല്ലാം കാണുക. വ്യാഴമ്പഴ ദോഷ നിവൃത്തിക്കും വ്യാഴാഴ്ചകൾക്ക് പ്രാധാന്യം എടുത്തുകൊണ്ട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനങ്ങളും പ്രത്യേകിച്ച് നാഗാരാധനയും സുബ്രഹ്മണ്യസ്വാമി ആരാധിക്കുന്നതും സഹസ്രനാമങ്ങൾ ജപിക്കുന്നതും ദോഷപരിഹാരങ്ങളായിട്ട് പറയുന്നു. അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ മഹാക്ഷേത്രങ്ങളൊക്കെ ദർശനം ചെയ്യുന്നതും ഒക്കെ നല്ലതാണ് എന്നുള്ളത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. രാഹുകേതുക്കളുടെ ദോഷപരിഹാരങ്ങൾ ഈ വർഷം ചെയ്യേണ്ടതുണ്ട്. കുടുംബ പരദേവതയുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വഴിപാടുകളും പ്രാർത്ഥനകളും പ്രത്യേകിച്ച് പിതൃതർപ്പണങ്ങളും അതാത് കാലത്ത് അനുഷ്ഠിക്കുന്നതും ദോഷപരിഹാരങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ശനിദോഷ പരിഹാരമായിട്ട് ശബരിമല ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തണം. ശാസ്ത്രപ്രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യണം. പറ്റാവുന്ന ദാനധർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുകയും അശരണർക്കും അഗതികൾക്കും പറ്റാവുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യുകയും അന്നദാനം വസ്ത്രദാനം മുതലായിട്ട് കാര്യങ്ങളൊക്കെ യഥാശക്തി ചെയ്യുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന പക്ഷം ഏറെക്കുറെ നമുക്ക് ദോഷങ്ങളെ മാറ്റിയെടുക്കാനും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കി തീർക്കാനും സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഈ വർഷം പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ അറിവുകളൊക്കെ എല്ലാ വൃശ്ചിക രാശിക്കാർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും പ്രത്യേകിച്ച് മറക്കരുത്. ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും കാണാനായി ശ്രമിക്കുക. പ്രത്യേകിച്ച് ചാനൽ എല്ലാ സമയത്തും ഫോളോ ചെയ്യാനായി കൊണ്ടും ശ്രമിക്കുക. പലരും നമുക്ക് വീഡിയോകൾ സമയം കിട്ടുന്നില്ല എന്നും പറയുന്നുണ്ട്. എങ്കിലും എല്ലാവർക്കും ചാനൽ മെയിൻ പേജ് കയറി ആവശ്യമുള്ള എല്ലാ വീഡിയോയും നമുക്ക് കാണാവുന്നതാണ്. അപ്പോ ഈ വർഷം എല്ലാ ദോഷങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവുകയും എല്ലാത്തിനും ഒരു ദൈവാനുഗ്രഹം ഉണ്ടായി കാര്യങ്ങളെല്ലാം വിജയപ്രദമായിട്ട് വരാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പുതുവത്സര ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ടും അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും എന്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.